നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊളത്തൂർ നെടുവോട്ട് നിന്നും പിടികൂടിയ പുലിയെ വെള്ളൂർ പഞ്ചായത്തിലെ വനമേഖലയിൽ തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് ആശങ്ക തുടരുന്നു. കിന്നിങ്കാറിൽ നടന്ന ജനസഭയിൽ ശക്തമായ പ്രതിഷേധമുയർത്തി പ്രദേശവാസികൾ. KSKTUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ 4 താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിലും മാർച്ചും ധർണയും നടത്തി. ഭൂവിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. KSSPU കാസർഗോഡ് ജില്ലാ സമ്മേളനം കറന്തക്കാട് പെൻഷൻ ഭവനിൽ നടന്നു. PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തിരമായി ആരംഭിക്കണമെന്ന് സമ്മേളനം. ബദിയടുക്ക നാരമ്പാടിയിലുണ്ടായ തീപിടുത്തത്തിൽ നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ടൊഴിവായത് വൻ ദുരന്തം. സാമൂഹ്യ വിരുദ്ധർ മനഃപൂർവ്വം തീയിട്ടതായി സംശയം. വില്ലകം സുവനീർ പ്രകാശനം നടന്നു. ലഹരി വസ്തുക്കളുടെ അടിമകളായി അരാജകത്വത്തിലേക്ക് യുവജനത മാറ്റപ്പെടുകയാണെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. മദ്യപാനം തീർത്ത അരക്ഷിത ജീവിതത്തെ അക്ഷരങ്ങൾ കൊണ്ട് അതിജീവിച്ച് വിനു വേലാശ്വരം. വെയിൽ രൂപങ്ങളുമായി സാഹിത്യലോകത്ത് ചുവടുവെച്ച വിനു ഇന്ന് നാടിൻ്റെ അഭിമാനം. വാർത്തകൾ വിശദമായി. കൊളത്തൂർ നെടുവോട്ട് നിന്നും പിടികൂടിയ പുലിയെ വെള്ളൂർ പഞ്ചായത്തിലെ വനമേഖലയിൽ തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. കിന്നിങ്കാറിൽ നടന്ന ജനസഭയിൽ നാട്ടുകാർ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊളത്തൂരിൽ നിന്ന് പിടികൂടിയ പുലിയെ വെള്ളൂർ പഞ്ചായത്തിൽപ്പെടുന്ന ബണ്ടാച്ചെ വനമേഖലയിൽ കൊണ്ടുവിട്ടതിൽ വെള്ളൂരിൽ പ്രതിഷേധം തുടരുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് കിന്നിങ്കാറിൽ നടന്ന ജനസഭയിൽ 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. ശ്രീ പഡ്രെ ജനസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಮಾನಸಿಕವಾಗಿ ಸಮಸ್ಯೆ ಬಂದರೂ ಅದು ಪರೀಕ್ಷೆಯ ಮೇಲೆ ಪರಿಣಾಮ ಬೀರ್ತದೆ. ಕನಿಷ್ಠ ಒಂದು 500 ಮನೆಗಳು 1 ಕಿಲೋಮೀಟರ್ ಫಾಸಲೆ ಒಳಗೆ ಸುತ್ತಲೂ ಒಂದು ಗಾಡಿ ತಗೊಂಡು ಸುತ್ತಾಡಿದ್ರೆ ಗೊತ್ತಾಗ್ತದೆ. ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ವಾಣಿನಗರದಂಥ ಜಾಗ ಇವತ್ತು ಸರಿಯಾದ ಸಂವಹನ ಬಸ್ ಸೌಕರ್ಯ ಇಲ್ಲದೆ ಸ್ವರ್ಗಕ್ಕೋ ಇನ್ನೆಲ್ಲಿಗೋ ಬಂದು ನಡ್ಕೊಂಡು ಅನಿವಾರ್ಯವಾಗಿ ಬಂದು ದಿನನಿತ್ಯದ ಕೆಲಸಕ್ಕೆ ಹೋಗಬೇಕಾದವರು, ರಬ್ಬರ್ ಟ್ಯಾಪರ್ಸು, ಆಮೇಲೆ ಇದು ಬಜೋ ಏನೋ ತರಗಲಿಗಳಿಗೆ ಕಾಡಿನ ಬದಿಗೆ ಹೋಗುವಂಥ ಹೆಣ್ಮಕ್ಳು, ಹೀಗೆ ಸಾಕಷ್ಟು ಮಂದಿ ಇದ್ದಾರೆ. ಹಾಗಾಗಿ ಒಂದು ನಾವೆಲ್ಲ ಸೇರಿ ಅರಣ್ಯ ಇಲಾಖೆಯ ಕೆಲವು ಧೋರಣೆಗಳಲ್ಲಿ ನಮಗೆ ಅದು ಅಭಿಪ್ರಾಯ ವ್ಯತ್ಯಾಸ ಇದೆ. ಆದರೆ ನಾವೀಗ ಒಂದೇ ಮನಸ್ಸಿನಿಂದ ಕೆಲಸ ಮಾಡಬೇಕಾದಂಥ ಸ್ಥಿತಿ ಇದೆ. വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധര അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ഗീത, K ശ്രീകാന്ത്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K അഷ്റഫ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാർ, ഡോക്ടർ മോഹൻകുമാർ, ജയകുമാർ, ശ്രീപതി കുമ്പളിത്തായ, ജയാനന്ദ കുളെ തുടങ്ങിയവർ സംസാരിച്ചു. എൻവകജി പഞ്ചായത്തിലെ വാണിനഗർ മുതൽ കർണാടകയിലെ സുള്യപദവ് വരെയുള്ള വനത്തിന് പലയിടത്തും 1/2 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. എൻവകജെ, വെള്ളൂർ, കർണാടകയിലെ പണാജെ എന്നീ പഞ്ചായത്തുകളിലായി 13 കിലോമീറ്റർ വനത്തിന്റെ ഇരുഭാഗത്തും ജനവാസ മേഖലയാണ്. സ്കൂൾ അടക്കം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. കാർഷിക മേഖലയായതിനാൽ വളർത്തുമൃഗങ്ങളും ഏറെയാണ്. വനത്തിലൂടെ റോഡുള്ളതിനാൽ കാട്ടുപോത്ത്, കുരങ്ങ്, പന്നി തുടങ്ങിയവയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടെ പുലിയെ തുറന്നുവിട്ട് ഉപദ്രവിക്കേണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരുടെ വാദം. സ്കൂളിൽ കുട്ടികൾ എത്തുന്നില്ല. പരീക്ഷാ സമയമായതിനാൽ കുട്ടികൾ എത്താത്തത് സ്കൂൾ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭൂവിഷയങ്ങൾ ഉയർത്തിക്കാട്ടി KSKTUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ 4 താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാര്യക്ഷമമാക്കുക, അനാവശ്യമായി ഭൂമി തരം മാറ്റാതിരിക്കുക, തരം മാറ്റാനായി ഭൂമി തരിശിടാതിരിക്കുക, പട്ടയം കിട്ടാത്ത മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 4 താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കോമള ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു.
നെൽകൃഷി ചെയ്യുന്നത് ലാഭമില്ല, അല്ലെങ്കിൽ അങ്ങനെ ലാഭമില്ലാത്ത ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ടത് നെൽവയലുകൾ സംരക്ഷിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കൃഷി ഉൽപ്പാദിപ്പിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. KSKTU ബേഡകം ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ ചാളക്കോട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കാടകം മോഹനൻ, MK രവീന്ദ്രൻ, BK നാരായണൻ, KV ബാലരാജൻ, മിനി ബേഡകം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കറന്തക്കാട് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാസർഗോഡ് ജില്ലാ സമ്മേളനം കറന്തക്കാട് പെൻഷൻ ഭവനിൽ KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനങ്ങൾ നമ്മളെ സമയബന്ധിതമായി തീർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടെ വലിയ മഹത്തായ സാമൂഹ്യ സേവനം നടത്തി നമ്മൾ. എന്താണ് സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ, അവിടെ 18 ബ്ലോക്കുകളാണുള്ളത്. കൊല്ലത്ത് 18 ബ്ലോക്കുകൾ. ഓരോ ബ്ലോക്കും ഭവനരഹിതരായ ആളുകൾക്ക് ഓരോ വീട് വെച്ചു കൊടുക്കുക. ആ സമ്മേളന കാലത്ത് 5 വീടുകൾ, പെൻഷൻകാർക്കല്ല കേട്ടോ, പെൻഷൻകാരല്ലാത്ത പാവപ്പെട്ട ജനതയ്ക്ക് 5 വീടുകളുടെ താക്കോൽ ദാന കർമ്മം നമ്മൾ അന്ന് നടത്തി. ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മളെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള മനസ്സുകളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ്. കാസർഗോഡ് ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് AK നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K ജയറാം പ്രകാശ്, U രവിചന്ദ്ര, ശേഖരൻ നമ്പ്യാർ, V കുമാരൻ, DK മാധവൻ എന്നിവർ സംസാരിച്ചു. നാരായണൻ പേരിയ സ്വാഗതവും S വസന്തി നന്ദിയും പറഞ്ഞു. പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തരമായി ആരംഭിക്കുക, കുടിശ്ശികയായ DR അനുവദിക്കുക, മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക, ട്രെയിനിലെ യാത്രാ ദുരിതം കുറയ്ക്കുക, സീനിയർ സിറ്റിസൺസിലുള്ള ട്രെയിൻ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി AK നായർ പ്രസിഡന്റായും നാരായണൻ പേരിയ, S വാസന്തി, M ചെനിയപ്പ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും MC ശേഖരൻ നമ്പ്യാർ സെക്രട്ടറിയായും DK മാധവൻ, ഉമേഷ് ഷെട്ടി, PM ഇബ്രാഹിം എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും V കുമാരനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക നാരമ്പാടിയിലുണ്ടായ തീപിടുത്തത്തിൽ നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ട് ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. സാമൂഹ്യവിരുദ്ധർ മനഃപൂർവ്വം തീയിട്ടതായി സംശയിക്കുന്നു. ചെങ്കള പഞ്ചായത്ത് നാരമ്പാടിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് സംഭവം. കാരമൂലയിലെ KM ഇബ്രാഹിം, B ഫാത്തിമ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 4 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കത്തി നശിച്ചത്. കാസർഗോഡ് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങൾ കത്തിനശിച്ചു. കൂടാതെ 2 വർഷവും 3 വർഷവും പ്രായമായ 1000-ലധികം മഹാഗണി മരങ്ങളും കശുമാവിൻ തൈകളും കത്തിനശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ചില സാമൂഹിക ദ്രോഹികൾ മനഃപൂർവ്വം തീയിട്ടതാകാമെന്നാണ് കണക്കാക്കുന്നത്. മുൻ വർഷങ്ങളിലും ഇവിടം തീപിടുത്തമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 3 തവണ തീപിടുത്തമുണ്ടായതിനാൽ അന്ന് തന്നെ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പരിസരത്തുള്ള വീടുകളിലേക്കും മറ്റു കൃഷിഭൂമിയിലേക്കും തീ പടരാതിരിക്കാൻ നാട്ടുകാർ കാണിച്ച സമയോചിത ഇടപെടലിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രശംസിച്ചു. കാസർഗോഡ് അഗ്നിരക്ഷ നിലയത്തിലെ സീനിയർ ഫയർ ഓഫീസറായ സുഗുവിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ പ്രജിത്ത്, അജീഷ്, സതീഷ്, LB, അനുശ്രീ, കൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതിയ കാലത്തെ തലമുറ വഴിതെറ്റിപ്പോകുന്ന ദയനീയ കാഴ്ചയാണ് സമൂഹത്തിൽ നടക്കുന്നതെന്നും ലഹരി വസ്തുക്കളുടെ അടിമകളായി അരാജകത്വത്തിലേക്ക് യുവജനത മാറ്റപ്പെടുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പുതിയ കാലത്ത് തലമുറ വഴിതെറ്റിപ്പോകുന്ന ദയനീയ കാഴ്ചയാണ് സമൂഹത്തിൽ നടക്കുന്നതെന്നും ലഹരി വസ്തുക്കളുടെ അടിമകളായി അരാജകത്വത്തിലേക്ക് യുവജനത മാറ്റപ്പെടുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൗവനത്തെ ശരിയായ ദിശയിലെത്തിക്കാൻ അവരുടെ ഊർജ്ജത്തെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് ഒരു ഉപാധിയെന്നും അദ്ദേഹം പറഞ്ഞു. സുവനീർ പ്രസിദ്ധീകരണമെന്ന അടയാളപ്പെടുത്തലിനോടൊപ്പം യുവജനങ്ങൾക്ക് കളിസ്ഥലം ഉണ്ടാക്കുന്നതിൽ മുൻകൈയെടുക്കുകയും ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിക്കുകയും വേണമെന്നും സ്പീക്കർ പറഞ്ഞു. നമ്മുടെ മക്കളെ വിജയത്തോടൊപ്പം പരാജയത്തെയും ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കണം. പെരുങ്കളിയാട്ടം മതനിരപേക്ഷ മനസ്സ് ഉറപ്പിക്കുന്നതാണെന്നും തലമുറ മാറ്റം വഴി ടെക്നോളജിയുടെ സഹായത്തോടെ ഇൻസ്റ്റഗ്രാമും റീൽസും കൈയടക്കുന്ന കാലമാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 25 വർഷം മുമ്പ് ഒരുപക്ഷെ ഈ സോളിയർ കമ്മിറ്റിയുടെ സംഘാടകനായിരിക്കും ഈ ഓഡിയൻസിനകത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധാ വളണ്ടിയർ ആയിരിക്കും. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ നിരാശപ്പെടേണ്ട, വളണ്ടിയറായി പ്രവർത്തി അടുത്ത 25 കൊല്ലം നിങ്ങളായിരിക്കും ഇതിന്റെ മേൽപ്പത്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ 25 കൊല്ലത്തെ ഗ്യാപ്പാണ്. രാമവില്യം കഴകത്തിലൊരുക്കിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വി ഗോപാലൻ, PP കുമാരൻ, AV കുഞ്ഞിരാമൻ, ഗോവിന്ദൻ, KK കുഞ്ഞികൃഷ്ണൻ, K കുഞ്ഞിരാമൻ എന്നിവർക്ക് സുവനീർ നൽകി സ്പീക്കർ പ്രകാശനം നിർവഹിച്ചു. സുവനീർ കമ്മിറ്റി ചെയർമാൻ TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VPP മുസ്തഫ സുവനീർ പരിചയപ്പെടുത്തി. സുവനീർ കമ്മിറ്റി കൺവീനർ C ദാമോദരൻ, ജോയിന്റ് കൺവീനർ A ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സുവനീർ ഒരുക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോട്ട് പ്രവർത്തിച്ചു വരുന്ന പണമിടപാട് സ്ഥാപന രജിസ്ട്രേഷന് ഉപയോഗിച്ച തന്റെ പേര് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന പരാതിയുമായി യുവാവ് രംഗത്ത്. ജനാശ കാരവൽ മിഷൻ നിധി ലിമിറ്റഡ് എന്ന ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ പള്ളിക്കര മഠം സ്വദേശിയായ നിതേഷാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് യാതൊരു ബാധ്യതയുമില്ലെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നിതേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലക്നൗ ആസ്ഥാനമായ ജനാശ കാരവൽ മിഷൻ നിധി ലിമിറ്റഡ് കാസർഗോട്ട് തുടങ്ങുന്ന വേളയിലാണ് രജിസ്ട്രേഷനായി നിതേഷിന്റെ പേര് ഉപയോഗിച്ചത്. തുടർന്ന് നിതേഷ് ഈ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫായി ജോലി ചെയ്തു വന്നിരുന്നു. 2024 നവംബർ മാസം മുതൽ മറ്റൊരു ജോലി ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലേക്ക് പോയി. ഇക്കാര്യം മെയിൽ വഴിയും വാട്സാപ്പ് വഴിയും സ്ഥാപനത്തെ അറിയിച്ചു. ഈ സ്ഥാപനത്തിന്റെ തന്റെ പേരിലുള്ള രജിസ്ട്രേഷൻ മാറ്റുവാൻ സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ചെയ്തില്ല. ഇതിനുശേഷം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ രജിസ്ട്രേഷൻ മാറ്റാം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നിയമ നടപടിയുമായി ഇനിയും മുന്നോട്ട് നീങ്ങുകയാണെന്നും ഈ കാലയളവിൽ സ്ഥാപനം തകരുകയോ മറ്റോ ചെയ്താൽ തനിക്ക് ഇതിന്റെ യാതൊരു ബാധ്യതയും ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നും സ്ഥാപനത്തിൽ തനിക്ക് പങ്കാളിത്തമില്ലെന്നും നിതേഷ് അറിയിച്ചു. ഇവരെ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഇവരെ പേരിലായിരുന്നു രജിസ്ട്രേഷൻ ചെയ്തിട്ട് സ്ഥാപനം മുമ്പോട്ട് നീങ്ങിയത്. ഇപ്പോൾ ഇയാളെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. കാരണം വേറൊരു ജോലി സംബന്ധമായിട്ട് ഇയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇയാൾ ഈ ജോലി ഇവിടുന്ന് റിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പനി, ഇപ്പോൾ ഇയാളെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കമ്പനി, നിങ്ങൾ ആ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഉള്ള ആൾക്കാരുടെ പേരിൽ ആരുടെങ്കിലും പേരിൽ ചെയ്യണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. പക്ഷേ ഏകദേശം ഒരു 4-5 മാസക്കാലമായിട്ട് ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ അവർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ച് അവർ ഈ കമ്പനിയുമായിട്ട് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു. അത് നടക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. ബേക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ നിന്നും ഇവർ ഈ സ്ഥാപനമായിട്ട് അന്വേഷിക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റിത്തരാം എന്ന് പറയുന്നതല്ലാതെ ഈ കാലയളവിലായിട്ട് അത് മാറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇയാൾക്കത് ബാധിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇയാൾ കംപ്ലയിൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം നമുക്കുള്ള ആവശ്യം, ഇയാൾക്കുള്ള ആവശ്യം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഇയാളെ പേരിലുള്ള രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുക. നിതേഷിനൊപ്പം സഹോദരൻ R കിരൺ രാജ്, പ്രദീപ് കൂട്ടക്കനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മദ്യപാനം തീർത്ത അരക്ഷിത ജീവിതത്തെ അക്ഷരങ്ങൾ കൊണ്ട് അതിജീവിച്ച് പുതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കാഞ്ഞങ്ങാട് വേലാശ്വരത്തെ വിനു വേലാശ്വരം. ഇരുണ്ട 25 വർഷത്തെ ജീവിതത്തിനൊടുവിൽ സ്വന്തം കവിതാ സമാഹാര പുസ്തകമായ വെയിൽ രൂപങ്ങളുമായി സാഹിത്യലോകത്ത് ചുവടുവെച്ച് നാടിനെ അത്ഭുതപ്പെടുത്തുകയാണ് വിനു. ഒരു യഥാർത്ഥ ചങ്ങാതി നമ്മുടെ സുഖദുഃഖങ്ങളുടെ അളവ് നാം അറിയാതെ തന്നെ എടുക്കും. പുതിയ കുപ്പായം തുന്നാൻ ശീല വാങ്ങിച്ചു തരും. എല്ലാ സൗഹൃദങ്ങളും നല്ല ജീവിത കുപ്പായ
ആകണമെന്നില്ല. മദ്യപാനം ആഘോഷമാക്കിയ കാലത്ത് ചുറ്റും ചിലർ ഒപ്പം കൂടി. ഒടുവിൽ അതേ ലഹരി തന്നെ വിനുവിനെ രോഗാവസ്ഥയിൽ ആശുപത്രി കിടക്കയിലെത്തിച്ചു. ആശുപത്രിയിലെ ഏകാന്ത ജീവിതത്തിൽ തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവരാരും തിരിഞ്ഞു നോക്കാനില്ലെന്ന യാഥാർത്ഥ്യം വിനു തിരിച്ചറിഞ്ഞു. ജീവിതം കൈവിട്ടു പോകുമായിരുന്ന കെട്ടുകാലത്ത് നിന്നും അക്ഷരങ്ങൾ വിനുവിന്റെ ജീവിതം തിരിച്ചുപിടിച്ചു. കാഞ്ഞങ്ങാട് നന്മമരം പ്രവർത്തകരും കവയത്രി CP ശുഭ ടീച്ചറും സമ്മാനിച്ച പുസ്തകങ്ങൾ വിനുവിനെ വായനയുടെ പുതിയ ലോകത്തേക്ക് നയിച്ചു. സ്വന്തം ജീവിതാനുഭവങ്ങൾ ചാലിച്ച അക്ഷരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിക്കുറിച്ചിടാൻ തുടങ്ങിയതോടെ വിനുവിനെ വായിക്കാൻ ആളുകളുണ്ടായി. കൈവിട്ടു പോകുമായിരുന്ന ജീവിതത്തെ തിരിച്ചു വന്നത് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളുമായി എൻ്റെ അരികിലേക്ക് വന്ന മനുഷ്യദൈവങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിവിളക്കുകൾ. ഫേസ്ബുക്കിൽ എന്തെങ്കിലും കുത്തിക്കുറിക്കുമായിരുന്നു. ആ കുത്തിക്കുറിക്കുകളെ പുസ്തകമാക്കണമെന്ന് നിർബന്ധിച്ചത് പുസ്തകവണ്ടിയുടെ നബിനും ജയേഷും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറമ്മയും കൂടിയാണ്. അതാണ് എൻ്റെ വെയിൽ രൂപങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പിറവി. അങ്ങിങ്ങായി കുത്തിക്കുറിച്ചിട്ട കവിതകളെ തേച്ചു മിനുക്കി ചേർത്ത് വെച്ച് കാഞ്ഞങ്ങാട് പുസ്തകവണ്ടി പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. അങ്ങനെ വിനു വേലാശ്വരത്തിന്റെ ആദ്യ കവിതാ സമാഹാരം വെയിൽ രൂപങ്ങൾ വായനക്കാരിലേക്കെത്തി. ഇത് വിനുവിന്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായത്തിലേക്കുള്ള വഴിത്തിരിവായി മാറി. വെയിൽ രൂപങ്ങളുടെ 3ാം പതിപ്പ് ഇറങ്ങാണ്. ഒരു മാസത്തിനകമാണ് 3ാം പതിപ്പ്, അതും കവിതാ സമാഹാരങ്ങൾ ഇറങ്ങുന്നത് എന്നുള്ളത് പുസ്തകവണ്ടിയെ സംബന്ധിച്ച് ഏറെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിലെ പല അനുഭവങ്ങളോടും സമരസപ്പെട്ടും സമരം ചെയ്തുമാണ് വിനുവിന്റെ കവിതകൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ച് പുസ്തകവണ്ടി പോലുള്ള പ്രസാധക സംഘങ്ങളുടെ ഒരു തണലില് വളരെ കൃത്യമായിട്ട് പുസ്തകം പ്രേക്ഷകരെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പുസ്തകത്തിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ വായനക്കാരുണ്ടായതോടെ വെയിൽ രൂപങ്ങൾ ഒരാഴ്ച കൊണ്ട് 2ാം പതിപ്പും ഒരു മാസത്തിനുള്ളിൽ 3ാം പതിപ്പിലേക്കും കടക്കുകയാണ്. വലിയ വിദ്യാഭ്യാസമോ സാഹിത്യ പാരമ്പര്യമോ അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ കവിതാ പുസ്തകത്തിന് ലഭിച്ച ഈ സ്വീകാര്യത സാഹിത്യ ലോകത്തിന് തന്നെ അത്ഭുതമായി മാറുകയാണ്. ചേർത്ത് പിടിച്ച സൗഹൃദങ്ങൾ സമ്മാനിച്ച ജീവിതത്തെ കവിതകൾ കൊണ്ട് കടം വീട്ടുകയാണ് വിനുവെന്ന ഈ പച്ചമനുഷ്യൻ. കൊഴിഞ്ഞ തൂവലിനെ ഓർത്ത് പക്ഷി വിലപിക്കാറില്ല. ഇനി പറക്കേണ്ട ഉയരങ്ങളെക്കുറിച്ചാണ് പിന്നെയും പക്ഷിചിന്ത. ഒരു തണ്ട് പാടിയാൽ മരം കരയാറില്ല, മറുതണ്ട് തളിർപ്പിക്കാൻ വേരുപൊരുതും. മഴ തോർന്ന് അകം ശൂന്യമായാൽ ആകാശം ഇന്നേ വരെ കണ്ണീർ പൊഴിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവമാധ്യമങ്ങളിൽ തരംഗമായി കാസർഗോഡ് കരക്കേരുവിലെ കുട്ടിക്കുരുന്നുകളുടെ പാട്ട്. ഏയ് ബനാനെ ഒരു പൂതരാമോ എന്ന ഗാനമാണ് ഇവർ പാടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. LP സ്കൂൾ വിദ്യാർത്ഥികളായ ധ്യാൻ, വൈദേഹി, ധ്രുവനന്ദ്, ധാർമിക് എന്നിവരാണ് നാട്ടിലെ ഈ വൈറൽ താരങ്ങൾ. കുട്ടികൾ ഏറെ നേരം ഫോണിൽ ചെലവഴിക്കുന്നു എന്ന പരാതിയാണ് മാതാപിതാക്കൾക്ക് അധികവും. അമിതമായ ഫോൺ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഇടയാക്കുന്നതിനിടെയാണ് കുട്ടികളുടെ ഈ വ്യത്യസ്ത വിനോദം ശ്രദ്ധേയമാകുന്നത്. തൃക്കരിപ്പൂർ കരക്കേരുവിലെ LP സ്കൂൾ വിദ്യാർത്ഥികളാണ് പാട്ടുപാടി താളം പിടിക്കുന്നത്. ഏയ് ബനാനെ ഒരു പൂത്തരാമോ എന്ന ഗാനമാണ് ഇവർ സ്വതസിദ്ധമായ രീതിയിൽ പാടി ആസ്വദിക്കുന്നത്. കുട്ടിക്കുരുന്നുകളുടെ ഈ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നിരവധി പേരാണ് ഗാനം ആസ്വദിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ ഗാനം ഒരുക്കിയതോടെ കൂട്ടായ്മയുടെയും സൗഹൃദത്തിന്റെയും ആരോഗ്യപരമായ മാതൃകയാണ് ഈ കുട്ടികൾ തീർത്തിരിക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാകുകയാണ് സദാശിവ ഷെട്ടി ആരാധക വൃന്ദം. ഒടുവിലായി മഞ്ചേശ്വരം ബായാർ കല്ലുകുട്ടെ ഗ്രാമത്തിലെ ബെരിപ്പദവിൽ ഇവർ നടത്തിയ സേവനം നന്മയുടെ അടയാളപ്പെടുത്തലായി മാറിയിരിക്കുകയാണ്. കാൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദുരിതമനുഭവിച്ചു കഴിയുകയായിരുന്ന ഗോപാല എന്നയാൾക്ക് കൃത്രിമക്കാൽ നൽകിയാണ് സദാശിവ ഷെട്ടി ആരാധക വൃന്ദം കരുതലിൻ്റെ പാഠം പകർന്നത്. നിർധനർക്ക് സഹായമേകി സദാശിവ ഷെട്ടി ആരാധക വൃന്ദം തുടരുന്ന യാത്ര നിരവധി പ്രദേശങ്ങളിലാണ് വെളിച്ചം പകരുന്നത്. ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാംസ്കാരിക ഉന്നമനം എന്നിവയ്ക്കായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചയാളാണ് കുളൂർ കന്യാന സദാശിവ ഷെട്ടി. അദ്ദേഹത്തിൻ്റെ അതേ പാതയിലൂടെയാണ് ആരാധക വൃന്ദവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണവും വൈദ്യസഹായവും നൽകിയും മറ്റ് സേവന പ്രവർത്തനങ്ങളുമായി ഇവർ നാടിൻ്റെ ആശ്വാസ കേന്ദ്രമാകുന്നു. ഒടുവിലായി മഞ്ചേശ്വരം ബായാർ കല്ലുകുട്ടെ ഗ്രാമത്തിലെ ബെരിപ്പദവിൽ ഇവർ നടത്തിയ സേവനം നന്മയുടെ അടയാളപ്പെടുത്തലായി മാറിയിരിക്കുകയാണ്. കാൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദുരിതമനുഭവിച്ച് കഴിയുകയായിരുന്ന ഗോപാല എന്നയാൾക്ക് കൃത്രിമക്കാൽ നൽകിയാണ് സദാശിവ ഷെട്ടി ആരാധക വൃന്ദം കരുതലിൻ്റെ പാഠം പകർന്നത്. അസുഖം മൂലം കാൽ നഷ്ടപ്പെട്ട ഗോപാലയ്ക്ക് ദൈനംദിന കാര്യങ്ങൾക്കായി മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരുന്നു. ഉപജീവന മാർഗമില്ലാതെ ഇദ്ദേഹം അനുഭവിക്കുന്ന വിഷമമറിഞ്ഞ് പ്രതിസന്ധിയിൽ ഒരു താങ്ങായാണ് സദാശിവ ഷെട്ടി ആരാധക സംഘം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത്. കർണാടക രാജ്യോത്സവ അവാർഡ് ജേതാവായ കന്യാന സദാശിവ ഷെട്ടിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആരാധക വൃന്ദം നടത്തുന്ന ഈ മാതൃകാ പ്രവർത്തനങ്ങളെല്ലാം പ്രശംസയർഹിക്കുന്നവയാണ്. കാസർഗോഡ് ജില്ലയിൽ നിരവധി യൂണിറ്റുകളിലായി പ്രവർത്തിക്കുന്ന സദാശിവ ആരാധക വൃന്ദം സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള പിന്തുണയുമായി തങ്ങളുടെ നിശബ്ദ പ്രവർത്തനങ്ങളുമായി വീണ്ടും വീണ്ടും മുന്നേറുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 29 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന എം ഗംഗാധരയ്ക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 29 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസർ എം ഗംഗാധരന് മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസിൽ ജീവനക്കാർ യാത്രയയപ്പ് നൽകി. 1996 സ്റ്റേഷനറി വിഭാഗത്തിലാണ് എം ഗംഗാധര സർവീസ് ആരംഭിച്ചത്. തുടർന്ന് 97 സിവിൽ സപ്ലൈ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് മഞ്ചേശ്വരം, കാസർഗോഡ് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസറായും പ്രവർത്തിച്ചു. സപ്ലൈകോ ഡിപ്പോ മാനേജറായും ജോലി ചെയ്ത ഗംഗാധര 2021 സ്തുത്യർഹ സേവനത്തിന് സർക്കാരിന്റെ ഗുഡ് സർവീസ് എൻട്രി നേടി. മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസറായാണ് വിരമിച്ചത്. യാത്രയയപ്പ് പരിപാടി ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സൗമ്യമായ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മളെ ഗംഗാധരൻ. എന്താ പറഞ്ഞാൽ ഒരു അധികാരത്തിന്റെ ഒരു ജാടയില്ലാതെ നല്ല സൗമ്യമായ പെരുമാറ്റവും. ഓഫീസിലാണെങ്കിൽ എനിക്ക് ഞാൻ ജില്ലാ സപ്ലൈ ഓഫീസറും ഗംഗാധരയുടെ താലൂക്ക് സപ്ലൈ ഓഫീസർ ഒരു പരാതിക്കും ഇടവരുത്താതെ നല്ലൊരു ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഗംഗാധരൻ. എനിക്ക് മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു ലീവിലെ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിക്ക് സീരിയസ് ആയ അസുഖമായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു, റേഷൻ കാർഡിൽ പേരില്ല, അതുകൊണ്ട് ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഏത് താലൂക്കിൻ്റെ പരിധിയിലാണ് വരുന്നത്? അപ്പം മഞ്ചേശ്വരം താലൂക്കിൻ്റെ പരിധിയിലാണ് വരുന്നത്. ഞാനൊരു ഞായറാഴ്ച ആയിട്ട് പോലും ഞാൻ ഗംഗാധരനെ വിളിച്ചു. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഞാൻ അതിപ്പോൾ ചേർക്കാം, ഞാൻ പിന്നെ ലാപ്പ് വീട്ടിലുള്ളത്, എന്നാലും ഞാൻ ഇപ്പോൾ ചേർക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഗംഗാധരൻ ആ കുട്ടിയെ ആഡ് ചെയ്തു. ആ സന്തോഷം എനിക്ക് ഇപ്പോഴും. അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ K രാജീവൻ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണനായിക്, ജയപ്രകാശ്, ആൻസി ഐസക്, M രവീന്ദ്രൻ, KM ഷാജു, ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം RI പ്രദീപ് കുമാർ സ്വാഗതവും കുമ്പള RI സുരേഷ് നായിക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബല്ല ആലയിൽ പൂടങ്കല്ലിലെ ക്വാർട്ടേഴ്സിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന ബംഗ്ലാദേശ് പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത്തിയാർ റഹ്മാൻ എന്നയാളെയാണ് ഹൊസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ കണ്ണൂരിൽ നിന്നുമെത്തിയ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡിൽ സാബിർ ഷേഖ് നാദിയ എന്ന പേരാണ് ഉണ്ടായിരുന്നത്.
ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. മാത്രമല്ല, തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ കോപ്പി കൈവശമുണ്ടായിരുന്നില്ല. മൊബൈൽ ഫോണിൽ എടുത്തുവെച്ച ഫോട്ടോ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒറിജിനൽ രേഖകൾ യാത്രയ്ക്കിടയിൽ നഷ്ടപ്പെട്ടുവെന്ന മറുപടിയാണ് അത്തിയാർ റഹ്മാൻ നൽകിയിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ ബന്ധുക്കൾ ഉണ്ടായിരുന്നുവെന്നും അവരെല്ലാം മരിച്ചുപോയതായും യുവാവ് മൊഴി നൽകി. യുവാവിന്റെ ഒളിവുവാസം അധികൃതർ ഗൗരവത്തിലെടുക്കുകയും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ നേതൃത്വം വഹിച്ചിരുന്ന പടന്ന ഓരിയിലെ വി കുഞ്ഞമ്പാടി മാസ്റ്ററുടെ 14ാം ചരമവാർഷികം പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരിയിൽ നടന്നു. ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പടന്ന, ചെറുവത്തൂർ, വലിയപറമ്പ് മേഖലയിലെ തീരദേശ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോൺഗ്രസ് നേതാവും കാസർഗോഡ് DCC മുൻ ട്രഷററുമായ ഓരി വി കുഞ്ഞമ്പാടി മാസ്റ്ററുടെ അനുസ്മരണ ഭാഗമായി ഓരിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അന്ന് വലിയ ആരോപണം ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് പൈപ്പ് വാങ്ങിച്ച് ഒരു ആക്ഷേപം വന്നെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗത്തും കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ MP ഇവിടെ തുടക്കം കുറിച്ചത് ശ്രീ അമ്പാടി മാസ്റ്ററിലൂടെ ശ്രീ R. ശങ്കറാണ്. പടന്ന മണ്ഡലം പ്രസിഡന്റ് K. സജീവൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, സേവാദൾ സംസ്ഥാന അധ്യക്ഷൻ രമേശൻ കരുവാച്ചേരി, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K. കുഞ്ഞമ്പു, AG ഖമറുദ്ദീൻ, വിവിധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ K. ബാലകൃഷ്ണൻ, M. മോഹനൻ, K. അശോകൻ, ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് V. കൃഷ്ണൻ മാസ്റ്റർ, V. നാരായണൻ, K. V. ജതീന്ദ്രൻ, മാമുനി രവി, മലപ്പിൽ സുകുമാരൻ, K. സിന്ധു, EP കുഞ്ഞബ്ദുള്ള, നാസർ നെല്ലിക്കാൽ, M. അബ്ദുൽ സലാം, രദീപ് കാനങ്കര, OK രാജീവൻ, സിജിൻ ഓർക്കുളം, MV ഷിബു, TK മുത്തലിബ്, AK അസ്ലം, T. രദില, CV സജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചാടിയുടെ കൈപിടിച്ച് കണക്കിനെ വരുതിയിലാക്കി കുട്ടികൾ. മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ പ്രതികരണങ്ങളെപ്പറ്റിയുമുള്ള നേരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി വിദ്യാകിരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ സബ് ജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്താ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകി കളിച്ചും കൂട്ടുകൂടിയും കണക്ക് പഠിപ്പിക്കുന്ന മഞ്ചാടിയിലൂടെ കുട്ടികൾ സ്വയം ഗണിതാശയങ്ങളിലേക്കെത്തും. പദ്ധതിയിലൂടെ കുട്ടികളെ വെട്ടിലാക്കിയിരുന്ന കണക്ക് അവരുടെ പ്രിയ വിഷയമായി മാറുകയാണ്. മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ നേരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി വിദ്യാകിരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഉപജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് പടുവളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഏകദിന സെമിനാർ M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ ഷെയറിംഗ് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ അനുഭവ സമ്പത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും, വിദ്യാർത്ഥികളെ നമുക്ക് നന്നായി ബോധവൽക്കരിക്കാൻ കഴിയും. അപ്പോൾ അതിന് സമാന്തരമായി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് SSK ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും പ്രയോജനത്തിന് കുട്ടികളിലെ നമ്മൾ കൈകാര്യം ചെയ്തത് മലയാളത്തിലൊക്കെ കൊണ്ടുപോകും. ഹലോ ഇംഗ്ലീഷ് പദ്ധതി നടപ്പിലാക്കി, ഹിന്ദി സുരി അല്ലേ, ഹിന്ദിയുമായി ബന്ധപ്പെട്ടുള്ള സ്കീം അതൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഒന്ന് ഇനി മുഖ്യ പരിഗണന കൊടുക്കും, മറ്റൊന്നില്ലേ കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം എല്ലാവർക്കും കണക്ക് ഏറ്റവും നന്നായ കുട്ടികൾ ചിലപ്പോൾ മലയാളം മോശമായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മോശമായിരിക്കും. അപ്പം അതിലൊരു ജാഗ്രത എന്തായാലും നോക്കണം. അതിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ C. രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VV സുലോചന, പഞ്ചായത്ത് അംഗം V. പ്രദീപ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ M. സുനിൽകുമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട്, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം ഓഫീസർ T. പ്രകാശൻ, ഡയറ്റ് ഫാക്കൽറ്റി A. ഗിരീഷ് ബാബു, മഞ്ചാടി കോർഡിനേറ്റർ KK ശിവദാസൻ, KDISC നാഷണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം EK ഷാജി, ഡോക്ടർ അമൃത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബദിയടുക്ക കാർമൽ സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന C. തെരേസ് ഫ്രാൻസിസിന്റെ യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ബദിയടുക്ക കാർമൽ സ്പെഷ്യൽ സ്കൂൾ വാർഷികവും 37 വർഷത്തെ പ്രത്യേക സേവനത്തിന് ശേഷം വിരമിക്കുന്ന സി തെരേസ് ഫ്രാൻസിസിന്റെ യാത്രയയപ്പ് ചടങ്ങും സ്കൂൾ അങ്കണത്തിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 37 വർഷത്തെ സേവനം ചെയ്ത് വിരമിക്കുന്ന സി തെരേസ് ഫ്രാൻസിസിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സി സൗമ്യ ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബദിയടുക്ക സെന്റ് മേരീസ് ചർച്ച് റവറന്റ് ഫാദർ ചാക്കോ കുടിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുമ്പള അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ശശിധര M മുഖ്യാതിഥിയായി സംസാരിച്ചു. സി എമിലി യാത്രാമംഗളം നടത്തി. തുടർന്ന് സി തെരേസ് ഫ്രാൻസിസ് ഗുരുമൊഴി നൽകി. ഡോക്ടർ സി സിബി, സവിത, ഗോപാലൻ D, ഇബ്രാഹിം നെല്ലിക്കട്ട, ഷമീമ C, ആൻജോ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂളിലെ കലാകായിക പ്രതിഭകളെ കുമ്പള AEO ശശിധരൻ M അനുമോദിച്ചു. ബദിയടുക്ക കാർമൽ സ്പെഷ്യൽ സ്കൂൾ ലോക്കൽ മാനേജർ സി റോസ് ജോസ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ലെവീന ക്രാസ്റ്റ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ കുട്ടികളുടെ കലാവിരുന്ന് നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോളിക്കാൽ ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ബ്രഹ്മ കലശോത്സവ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കോളിക്കാൽ ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വരെയാണ് എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജികളുടെ ആശീർവാദത്തോടെ കുണ്ടാർ വേദമൂർത്തി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രികളുടെ നിർദ്ദേശത്തോടുകൂടി കുണ്ടാർ വേദമൂർത്തി ബ്രഹ്മശ്രീ രവീശ തന്ത്രികളുടെ നേതൃത്വത്തിൽ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവവും വാർഷിക മഹോത്സവവും നടക്കുന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. മുള്ളേരിയ ശ്രീ ഗണേശ മന്ദിരത്തിൽ നിന്നും ചെണ്ടവാദ്യഘോഷങ്ങളോടെ പുറപ്പെട്ട ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. വ്യാഴാഴ്ച രാവിലെ 7:37 മീനലഗ്ന ശുഭമുഹൂർത്തത്തിലാണ് ശ്രീദേവ പ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊളത്തൂർ നെടുവോട്ട് നിന്നും പിടികൂടിയ പുലിയെ വെള്ളൂർ പഞ്ചായത്തിലെ വനമേഖലയിൽ തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് ആശങ്ക തുടരുന്നു. കിന്നിങ്കാറിൽ നടന്ന ജനസഭയിൽ ശക്തമായ പ്രതിഷേധമുയർത്തി പ്രദേശവാസികൾ. KSKTUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ 4 താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിലും മാർച്ചും ധർണയും നടത്തി. ഭൂവിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. KSSPU കാസർഗോഡ് ജില്ലാ സമ്മേളനം കറന്തക്കാട് പെൻഷൻ ഭവനിൽ നടന്നു. PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തിരമായി ആരംഭിക്കണമെന്ന് സമ്മേളനം. ബദിയടുക്ക നാരമ്പാടിയിലുണ്ടായ തീപിടുത്തത്തിൽ നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ടൊഴിവായത് വൻ ദുരന്തം. സാമൂഹ്യ വിരുദ്ധർ മനഃപൂർവ്വം തീയിട്ടതായി സംശയം. വില്ലകം സുവനീർ പ്രകാശനം നടന്നു. ലഹരി വസ്തുക്കളുടെ അടിമകളായി അരാജകത്വത്തിലേക്ക് യുവജനത മാറ്റപ്പെടുകയാണെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. മദ്യപാനം തീർത്ത അരക്ഷിത ജീവിതത്തെ അക്ഷരങ്ങൾ കൊണ്ട് അതിജീവിച്ച് വിനു വേലാശ്വരം. വെയിൽ രൂപങ്ങളുമായി സാഹിത്യലോകത്ത് ചുവടുവെച്ച വിനു ഇന്ന് നാടിൻ്റെ അഭിമാനം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.